ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ മഹാഭാഗവതത്തിലേക്ക് തന്നെ കടക്കാം. ചതുർത്ഥ സ്കന്ധത്തിൽ ദക്ഷസന്തതി വർണ്ണന, ദേവാഹൂതി സന്തതി വർണ്ണന, യജ്ഞാവതാരം, ദത്താവതാരം, നാരായണാവതാരം, ദക്ഷശാപം, ദക്ഷയജ്ഞം, സതീദേവിയുടെ ദേഹത്യാഗം, ദക്ഷയജ്ഞഭംഗം, ബ്രഹ്മാദികൾ ശിവനെ സ്തുതിച്ചത്, ദക്ഷൻ ജീവിച്ചതും പശ്ചാത്താപവും, ശ്രീ മഹാദേവൻ ദക്ഷന്റെ അപരാധം പുറത്ത് അനുഗ്രഹിച്ചത്, യാഗസമാപ്തി, ഭഗവത് ദർശനവും ദക്ഷനോട് ഉപദേശവും, ഉത്ഥാനപാദചരിതം, ധ്രുവനെ അവഗണിച്ചത്, ധ്രുവന് ശ്രീ നാരദോപദേശം, ധ്രുവന്റെ തപസ്, ഭഗവത് ദർശനം, സ്മൃതിയും അനുഗ്രഹവും, ധ്രുവന്റെ അഭിഷേകം, ഉത്തമന്റെ മരണം, യക്ഷയുദ്ധം, മനുവിന്റെ ഉപദേശം, ധ്രുവന്റെ പരമപദ പ്രാപ്തി, അംഗചരിതം, വേനോൽപത്തിയും നാശവും, പൃഥു അവതാരം, ഭൂമിയെ കറന്നത്, പൃഥുവിന്റെ യാഗവും, ഇന്ദ്രൻ കുതിരയെ മോഷ്ടിച്ചതും, ഭഗവത് ദർശനവും അനുഗ്രഹവും, പൃഥു പ്രജകൾക്ക് ചെയ്ത സാരോപദേശം, സനകാദികളുടെ ഉപദേശം, പൃഥു ദമ്പതികളുടെ പരമപദ പ്രാപ്തി, പ്രചേതസ്സുകളുടെ തപസ്, രുദ്രദർശനം, രുദ്രഗീതോപദേശം, പ്രാചീന ബഹിർസിന് ശ്രീ നാരദൻ പുരഞ്ജനോപാഖ്യാനോപദേശം, പ്രചേതസ്സുകൾ ശ്രീ നാരദരുടെ ഉപദേശം സ്വീകരിച്ച് പരമപദം പ്രാപിച്ചത് എന്നിവ പ്രതിപാദിക്കപ്പെട്ടു. പഞ്ചമസ്കന്ധത്തിൽ പ്രിയവ്രതന്റെ വിരക്തി, ബ്രഹ്മാവിന്റെ ഉപദേശം, ഗൃഹസ്ഥാശ്രമ സ്വീകാരം, സപ്തദ്വീപ സമുദ്രങ്ങളുടെ ആവിർഭാവം, അഗ്നീന്ദ്രചരിതം, നാഭിചരിതം, സന്താനലാഭത്തിനായി യാഗം കഴിച്ചത്, ഭഗവത് ദർശനം, ഋഷഭാവതാരം, ഭരതൻ, നവയോഗികൾ, ആദി സന്താനങ്ങളുടെ ഉൽപ്പത്തി, ഋഷഭദേവൻ പുത്രന്മാർക്കും ഉപദേശിച്ചത്, പരമഹംസചര്യ, അവധൂതവൃത്തി, കാട്ടുതീയൽ, മഹാസമാധി, ഭരതന്റെ രാജ്യഭാരവും തപസ്സും, മാനിനെ സ്നേഹിച്ചതും മാനായി ജനിച്ചതും, ജഡഭരതവൃത്തി, ശ്രീകാളിക്ക് നരബലിക്കായി കൊണ്ടുപോയതും കാളി പ്രത്യക്ഷപ്പെട്ട് ശൂദ്രരാജാവിനെയും മറ്റും വധിച്ചതും, രഗണൻ പല്ലക്ക് ചുമപ്പിച്ചത്, രഗണൻ തത്വോപദേശം, ഭരതവംശം, സപ്തതീവവന നവകണ്ഠവർണ്ണന, സൂക്ഷ്മമണ്ഡലം, ഗൃഹസ്ഥിതി, വിഷ്ണുപദം, അധോലോകവനം, സങ്കർപ്പാണ സംസ്ഥിതി, നരകവിസ്താരം എന്നിവ പറയപ്പെട്ടു. ഷഷ്ഠസ്കന്ധത്തിൽ തിരുനാമമാഹാത്മ്യം, അജാമിളന്റെ പാപജീവിതം, യമദൂതന്മാരുടെ വരവ്, അന്ത്യത്തിൽ നാമോച്ചാരണം, വിഷ്ണുദൂതന്മാർ രക്ഷിച്ചത്, വിഷ്ണു യമദൂതന്മാരുടെ സംവാദം, അജാമിളന്റെ പശ്ചാത്താപവും തപസ്സും പുരുഷാർത്ഥ പ്രാപ്തിയും, യമൻ ഭൃത്യന്മാർക്ക് നാമമഹിമയെ ബോധിപ്പിച്ചത്, പ്രഥേതസ്സുകളുടെ പുത്രനായി ദക്ഷൻ ജനിച്ചത്, ദക്ഷൻ ഹംസ ഗുഹ്യമന്ത്രം ജപിച്ച് തപസ്സു ചെയ്തത്, ഭഗവത് ദർശനവും അനുഗ്രഹവും, ദക്ഷപുത്രന്മാർ നാരദോപദേശത്താൽ സന്യസിച്ചതും, ദക്ഷൻ കോപിച്ച് നാരദരെ ശപിച്ചതും, ദക്ഷന്റെ 60 പുത്രിമാരുടെ വംശവിസ്താരം, ഇന്ദ്രൻ ഗുരുവിനെ അപമാനിച്ചതിനാൽ സ്ഥാനഭ്രഷ്ടനായതും, വിശ്വരൂപനെ ഗുരുവായി വരിച്ചതും, ശ്രീനാരായണ കവചമന്ത്രോപദേശം, വിശ്വരൂപനെ ഇന്ദ്രൻ വധിച്ചത്, വ്രതോൽപത്തി, ദേവന്മാർ ഭഗവാനെ സ്തുതിച്ചത്, ഭഗവത് ദർശനവും അനുഗ്രഹവും, ദധീചി മഹർഷിയുടെ ശരീരദാനം, വജ്രായുധ നിർമ്മാണം, ഇന്ദ്രനും വൃതനും തമ്മിൽ യുദ്ധം, വൃതന്റെ ഭക്തി നിർഭരമായ ഭഗവത് സ്തുതി, വൃതവധം, ചിത്രകേതൂപാഖ്യാനം, പുത്രലാഭം, പുത്രദുഃഖം, ശ്രീ നാരദോപദേശം, സംഘർഷണ ദർശനം ഉപദേശവും, വിദ്യാന്തര പ്രാപ്തി, ശിവനിന്ദയും, ശ്രീ പാർവതീശാപവും, ശ്രീ മഹാദേവൻ ദേവിക്ക് ചിത്രകേതുവിൻ്റെ മാഹാത്മ്യം ഉപദേശിച്ചത്, ദിതിയുടെ പുംസ വനവ്രതം, മരുത്തുകളുടെ ഉൽപ്പത്തി, പുംസവനവ്രതവിധ എന്നിവ വിസ്തരിക്കപ്പെട്ടു. സപ്തമസ്കന്ധത്തിൽ നാരദ യുധിഷ്ഠിര സംവാദം, ജയവിജയന്മാർക്ക് ശാപവും ദൈത്യജന്മവും, ഹിരണ്യാക്ഷവധത്താൽ ദുഃഖിതരായ കുടുംബാംഗങ്ങൾക്ക് ഹിരണ്യകശിപുവിൻ്റെ തത്വോപദേശം, ദൈത്യന്മാർ ദേവന്മാരെ സ്വർഗത്തിൽ നിന്നും ഓട്ടിച്ചത്, ഹിരണ്യകശിപുവിൻ്റെ തപസ്സും ബ്രഹ്മാവിൻ്റെ വരദാനവും,
ഹിരണ്യകശിപുവിൻ്റെ കൊടുംഭരണം, പ്രഹ്ലാദൻ്റെ ഗുണവർണ്ണന, പ്രഹ്ലാദൻ്റെ ഹരിഭക്തി കണ്ട് പിതാവിൻ്റെ കോപം, പ്രഹ്ലാദനെ വധിക്കാനുള്ള ശ്രമങ്ങൾ, സഹപാഠികൾക്ക് പ്രഹ്ലാദൻ്റെ ഉപദേശം, പ്രഹ്ലാദനെ വധിക്കുവാൻ പിതാവിൻ്റെ ആരംഭം, ശ്രീ നരസിംഹാവതാരം, ഹിരണ്യകശിപുവധം, ബ്രഹ്മവാദികളുടെ സ്തുതികൾ, പ്രഹ്ലാദസ്തുതി, വരപ്രദാനം, രാജ്യാഭിഷേകം, ത്രിപുരദഹനം, സനാതനധർമ്മം, വർണ്ണധർമ്മം, സ്ത്രീധർമ്മം, ബ്രഹ്മചര്യം, വാനപ്രസ്ഥം, സന്യാസധർമ്മം, പ്രഹ്ലാദ ദത്താത്രേയ സംവാദം, ഗൃഹസ്ഥധർമ്മം, ആശ്രമധർമ്മ പാലനത്തിൻ്റെ പ്രാധാന്യം, ശ്രീ നാരദരുടെ പൂർവജന്മ വൃത്താന്തം ഇവ വർണ്ണിക്കപ്പെട്ടു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.